എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം എല്ലാർ ബൊട്ടിക് കൊമ്പിടിഞ്ഞാമക്കൽ. ഇന്ന് നമുക്ക് വീണ്ടും കുറച്ച് ബാഗുകളുടെ കളക്ഷൻ കാണാം. ഓഫീസിലേക്ക് കൊണ്ടുപോകാനും ജോലിക്ക് കൊണ്ടുപോകാനും ഒക്കെ ടീച്ചേഴ്സിന് കൊണ്ടുപോകാൻ പറ്റിയതുമായിട്ടുള്ള ഇഷ്ടം പോലെ ബാഗുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അവധി സമയം ആയതുകൊണ്ട് നിങ്ങൾ ഈ വഴിക്കൊക്കെ പാസ് ചെയ്യുമ്പോൾ കടയിലേക്ക് വരണം, വാങ്ങിക്കണ്ട. പക്ഷെ എന്നാലും കടയിലേക്ക് ഒന്ന് വന്നോളൂ കേട്ടോ. അത് നമുക്കൊരു സന്തോഷമല്ലേ. അപ്പൊ നമുക്ക് ബാഗുകൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. വരുന്ന ബാഗ് ഇതുപോലെ നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ബാഗ് വരുന്നത്. ഇത് ഓൺഗോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബാഗുകളാണ്. ഇതിന് സൈഡിൽ അടിഭാഗം കണ്ടോ, ഇത്രയും സ്പേസ് ഉണ്ട്. അപ്പൊ അത്രയ്ക്കും തന്നെ നല്ലതുപോലെ സാധനങ്ങൾ കൊള്ളുന്ന ഒരു ബാഗാണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട് കണ്ടോ. പിന്നെ ഇങ്ങനെ പിടിക്കാനും പറ്റും. ഇങ്ങനെ പിടിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് തോളിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാനും പറ്റും. അത് തന്നെയല്ല, ഇതിന് ലെങ്തില് ഷോൾഡറിൽ ഇടാനുള്ള സ്ലിങ് കൊളുത്താനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് തുറന്നു കഴിയുമ്പോൾ 3 കള്ളിയാണ് ഇതിൽ വരുന്നത്. ഇവിടെ ഒരു കള്ളിയുണ്ട്. പിന്നെ ഇതില് നീളത്തിലിടാനുള്ള സ്ലിങ് ആണ് കേട്ടോ. ഇതിന്റെ ഈ പേപ്പറുകൾ എടുത്തു കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളില് 3 ഫോൾഡിന്റെ കൊട, വെള്ളം കുപ്പി, പിന്നെ എന്തൊക്കെ സാധനങ്ങൾ വേണമെങ്കിലും ഇതിന്റെ സെന്ററിലുള്ള കള്ളിയിൽ വെക്കാൻ പറ്റും. ഇനി വീണ്ടും അടുത്തൊരു കള്ളി, ഇതും സെന്ററിൽ തന്നെയുള്ള. അപ്പൊ സെന്ററിൽ 2 കള്ളിയാണ് വന്നിരിക്കുന്നത്. അതില് ഒരു കള്ളിയിൽ ഒരു സിബും പോക്കറ്റും വേറെയുണ്ട്. പിന്നെ അത് കൂടാതെ വീണ്ടും ഇപ്പുറത്തൊരു കള്ളി. അപ്പൊ മൊത്തം എത്ര കള്ളിയാണ്? 4 കള്ളിയാണ് ഈ ബാഗിൽ വന്നിരിക്കുന്നത്. 1 2 3 4. അപ്പൊ ഇതില് നമുക്ക് നല്ലോണം സാധനങ്ങൾ, ഇപ്പൊ ജോലിക്ക് പോകുന്നവർക്കല്ല, യാത്രക്ക് പോകുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഇതിൽ നല്ലോണം സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന നല്ല ഒരു ബാഗാണ്. അതുപോലെ ഇതിന്റെ മെറ്റീരിയൽ ഞാൻ ഇങ്ങനെ പിടിച്ചു കാണിക്കുന്നത് അതിന്റെ സോഫ്റ്റ്നെസ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാഗ്, നല്ല ക്വാളിറ്റി ഉള്ളതും യൂസ്ഫുൾ ആയിട്ടുള്ളതുമായ ഒരു ബാഗാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 930, 930. ഇപ്പൊ ഞാൻ ആദ്യം കാണിച്ച കളർ എന്ന് പറയുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. ഇനി അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ചെറുപയർ പച്ചയുടെ ലൈറ്റ് ഷെയ്ഡ്. ഇത് നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ഗ്രേയും ലാവൻഡറിന്റെ ഒരു ഷെയ്ഡും കൂടി ഇതിൽ കയറി വരുന്നുണ്ട്. അപ്പോ ഇങ്ങനെ 3 കളറിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 930. ഈ ബാഗും ഇതും ജോലിക്കാർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. കണ്ടോ, ഇത് ഞാൻ പിടിച്ചു കാണിക്കുന്നത് അതിന്റെ സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ഒരുപാട് വിറ്റൊരു ബാഗാണിത്. എന്ന് കൊണ്ടുവന്നാലും എപ്പോഴും കസ്റ്റമർ എൻക്വയറി ഉള്ള ഒരു ബാഗാണിത്. ഇതിന്റെ ബാക്ക് സൈഡ് ഇതുപോലെ ഒരു സിബും പോക്കറ്റും ഉണ്ട്. പിന്നെ ഈ ബാഗ് ഒരുപാട് ലെങ്ത്തിൽ ഇടാനുള്ള ബാഗല്ല, അങ്ങനത്തെ നീളമുള്ള സ്ലിങ് ഈ ബാഗിന് ഇല്ല. ഇതിന്റെ സ്ലിങ്ങിന് ആകെ ഇത്രയാണ്. ഇത് നമുക്ക് ഇതുപോലെ ഷോൾഡറിൽ ഇടാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഈ ബാഗിന് 3 കള്ളിയാണ് വരുന്നത്. ഒരു കള്ളി ഇത്, ഒരു കള്ളി ഇത്, അടുത്ത കള്ളി അങ്ങനെ തന്നെ. അതിന്റെ പേപ്പർ ഞാൻ മാറ്റിയിട്ടില്ലാന്നേ ഉള്ളൂ. ഇതിൽ നമുക്ക് വെള്ളം കുപ്പി വെക്കാം, 3 ഫോൾഡിന്റെ കൊട വെക്കാം, പിന്നെ എന്തൊക്കെ സാധനങ്ങൾ വേണം എല്ലാ സാധനങ്ങളും ഇതിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റും. ജോലിക്കാർക്ക് ജോലിക്ക് പോകുമ്പോൾ അതല്ല, ഒരു യാത്രയ്ക്ക് പോകുമ്പോഴും ഇത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഈ ബാഗിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 690, 690. ഇപ്പൊ ഞാൻ ആദ്യം കാണിച്ച കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ലൈറ്റ് ചോക്ലേറ്റിന്റെ ഒക്കെ ഒരു ഷെയ്ഡ്. പിന്നത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ്. പിന്നത്തെ ഷെയ്ഡ് ഡാർക്ക് കോഫി ബ്രൗൺ. അപ്പൊ ഇങ്ങനെ 3 ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 690. ഈ ബാഗ് വന്നിരിക്കുന്നത് മൈക്കിൾ കോറിന്റെ ഒറിജിനൽ അല്ലാട്ടോ, ഇത് ഫസ്റ്റ് കോപ്പി ആണ്. ഇത് നല്ലൊരു കുട്ടി ബാഗ് പോലെ നമുക്ക് ഉപയോഗിക്കാം. ഇതിന്റെ ഷോൾഡറിന് ഇതിന്റെ സ്ലിങ് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഇതുപോലെ ഷോൾഡറിൽ നീളത്തിൽ ഇടാൻ പറ്റുന്ന സ്ലിങ് ഉള്ള ബാഗാണ്. ഇനി അങ്ങനെ വേണ്ട, നീളത്തിൽ പിടിക്കണ്ടെന്നുണ്ടെങ്കിൽ ഇത് വാറിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ കയ്യിലും പിടിച്ചാൽ മതി. ഇങ്ങനെ കയ്യിൽ പിടിക്കാനായിട്ട് ഇത് നല്ല കംഫർട്ടബിൾ ആണ്, കാരണം ഇതൊരു കുട്ടി ബാഗ് പോലെ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഒറിജിനൽ അല്ല കേട്ടോ, മൈക്കിൾ കോറിന്റെ ഒറിജിനൽ അല്ല, കോപ്പിയാണ്, ഫസ്റ്റ് കോപ്പി ആണെന്ന് മാത്രം. അപ്പൊ ഇതിന്റെ ഉള്ളില് 3 കള്ളികളാണ് വരുന്നത്. ഇതൊരു കള്ളി, സെന്ററിൽ വേറൊരു കള്ളി, സെന്ററിൽ ഉള്ളൊരു കള്ളി,
പിന്നെ ഇപ്പുറത്ത് വേറൊരു കള്ളി. ഇതില് 5 ഫോൾഡിന്റെ കൊടയാണ് ഇതിൽ വെക്കാൻ പറ്റുള്ളൂ. 3 ഫോൾഡിന്റെ വെക്കാൻ പറ്റില്ല. 5 ഫോൾഡിന്റെ കൊട വെക്കാം. അതുപോലെ ചെറിയ കുപ്പി, ഇപ്പൊ 300 ml ഒക്കെ ഒരു വെള്ളം കുപ്പിയാണ് ഇതിൽ വെക്കാൻ പറ്റുക. ഇതുപോലെയാണ് ഇതിന്റെ വാറിന്റെ കളർ വന്നിരിക്കുന്നത്. ഈ ബ്രൗൺ ആണ്. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുന്ന ഒരു ബാഗാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ട എല്ലാവരും കരുതും ഇത് മൈക്കിൾ കോറിന്റെ തന്നെ ബാഗാണെന്ന്. അത്രയും ഫസ്റ്റ് കോപ്പിയാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 760. അപ്പൊ ഇതിലൊരു എം കെ എന്ന് ഇങ്ങനെ ഒരു ബീജ് കളറിലാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ്. സെക്കൻഡ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ്. പിന്നത്തെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതാ ഇതുപോലെ ഒരു ചോക്ലേറ്റിന്റെ ഒക്കെ ഷെയ്ഡ്. അപ്പൊ ഇങ്ങനെ 3 കളറിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിൽ ഓരോന്നിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 760, 760. ബാഗ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ഓഫീസ് ബാഗ് പോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇനി അതല്ല, ഇത് ഷോൾഡറിൽ ഇടണം എന്നാണെങ്കിൽ അതിന് ലെങ്ത്തിൽ ഉള്ള സ്ലിങ് ബാഗിന്റെ ഉള്ളിലുണ്ട്. അത് ഇടാനുള്ള ഓപ്ഷനാണ് ഇത് തന്നിരിക്കുന്നത്. ഇതിന്റെ പാറ്റേൺ കണ്ടോ, ഇതൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ചെക്ക് ആയിട്ട് ലൈറ്റ് കളറും ഡാർക്ക് കളറും അങ്ങനെ മിക്സ് ആയിട്ടാണ് പോയിരിക്കുന്നത്. ഇതാണ് ഫ്രണ്ട് സൈഡ്, ഇതാണ് ബാക്ക് സൈഡ്. അപ്പൊ നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്ക്, ഈവൻ ജെന്റ്സിന് പോലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ സെന്റർ പോർഷൻ തുറന്നു കഴിയുമ്പോ എന്താ ലെങ്ത്തിൽ ഇടാനുള്ള സ്ലിങ് ആണ് കേട്ടോ ഇത്. പിന്നെ ഇതാ അതെ, ഇത്രയ്ക്ക് സ്പേസ് ഇതിന്റെ ഉള്ളിലുണ്ട്. ഇത് ലാപ്ടോപ്പ് ബാഗ് ആണ് കേട്ടോ. യഥാർത്ഥത്തിൽ ഇത് ലാപ്ടോപ്പ് ബാഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് ലാപ്ടോപ്പ് വെക്കാനുള്ള പോർഷൻ കണ്ടോ, ഇതിൽ ലാപ്ടോപ്പ് വെച്ചിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇത് ലാപ്ടോപ്പ് ബാഗായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ സൈഡിൽ ഒരു സിബും പോക്കറ്റും ഉണ്ട്. പിന്നെ ഇത്രയും സ്പേസ് ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെങ്കിലും 3 ഫോൾഡിന്റെ കൂടെ വെള്ളം കുപ്പി ഒക്കെ, ലിറ്ററിന്റെ വെള്ളം കുപ്പി വരെ ഇതിൽ വെക്കാം. അങ്ങനെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1030, 1030. ഇപ്പൊ ഞാൻ കാണിച്ചത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. ഇനി ഇതിൽ വന്നിരിക്കുന്ന അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാ ഒരു ബ്രൗൺ ഷെയ്ഡ്. ഇങ്ങനെ 2 ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. നല്ല ബാഗാണ്, ലാപ്ടോപ്പ് ബാഗാണ്. ഈവൻ ജെന്റ്സിന് പോലും ഇത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ബാഗുകളാണ്. ഇതിന്റെ ഒക്കെ റേറ്റ് വന്നിരിക്കുന്നത് 1030. നമുക്ക് കുറച്ച് പേഴ്സുകൾ കാണാം. ഇപ്പൊ ഇങ്ങനത്തെ പേഴ്സുകൾ അല്ല ബാഗുകള് ഞാൻ കുറെ മുമ്പ് കാണിച്ചായിരുന്നു. ഇപ്പൊ ഇത് ഒരു സിംഗിൾ പീസ് മാത്രമാണ് എന്റെ കയ്യിലുള്ളത്. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡില് ഇതുപോലെ ഇതാണ് ഇതിന്റെ സ്ലിങ് കേട്ടോ. ഇത് ഈ കൊളുത്തി കൂടെ ഇട്ടിട്ട് കെട്ടിയാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. 2 വശത്തും ഇത് കെട്ടിക്കൊടുക്കുക. നല്ല നീളമുള്ള സ്ലിങ് ആണ്. നമുക്ക് ക്രോസ് ചെയ്തും ഇടാം, അതല്ലെങ്കിൽ ഒരു വശത്തും ഷോൾഡറിൽ ഇടാം. ഇതിന്റെ ഉള്ളില് നമുക്ക് കുട്ടികളൊക്കെ പുറത്തേക്ക് പോകുമ്പോ ഫാൻസി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബാഗാണ് ഇത്. 2 കള്ളികളാണ് ഇങ്ങനെയുള്ളത്. ഇതിൽ ഒരുപാട് സാധനങ്ങളൊന്നും കൊള്ളില്ല. നമ്മളുടെ മൊബൈല്, പൈസ, അതുപോലെ എന്താ ചെറിയ കണ്ണാടി കൂടി വെക്കുകയാണെങ്കിൽ അത്, അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ്. അതല്ലാതെ 3 ഫോൾഡിന്റെ കൊടയോ 5 ഫോൾഡിന്റെ കൊടയോ ഒന്നും ഇതിൽ വെക്കാൻ പറ്റില്ല. ഇതിങ്ങനെ റൗണ്ടിലുള്ള ഒരു ഷേപ്പാണ് ഇതിന്റെ. ഇത് ഒരു സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കൊടുക്കുന്ന റേറ്റ് 300 രൂപയ്ക്കാണ് കേട്ടോ. 300 റുപ്പീസിനാണ് ഇത് ഇന്ന് തരുന്നത്. ഇതിനേക്കാൾ കൂടുതൽ വിലയ്ക്കായിരുന്നു ഞാൻ ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് 300 രൂപയ്ക്ക് തരുന്നത്. ഇത് കാണിക്കുന്നത് ഇതുപോലെയുള്ള ഒരു പേഴ്സാണ്. ഇത് ഞാൻ കുറെ മുമ്പ് കാണിച്ചിരുന്ന പേഴ്സുകളായിരുന്നു. അന്ന് ഈ പേഴ്സൊക്കെ 300 രൂപയ്ക്കായിരുന്നു കൊടുത്തത്. അന്ന് കുറെ ഷെയ്ഡുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ആകെ ഈ ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ ഇതുപോലെ വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഇതൊരു സിംഗിൾ പീസ് ആണ്. അതുകൊണ്ട് ഇത് കൊടുക്കുന്നത് 275 രൂപ. ഇത് ഫ്രണ്ടിൽ ഒരു പ്രസ് ബട്ടൺ ആണ്. പ്രസ് ബട്ടൺ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു പോർഷനിൽ ഇതുപോലെ കാർഡുകൾ വെക്കാനുള്ള സ്പേസ്, പിന്നെ 2 ഇപ്പുറത്തെ സൈഡിലും, അതായത് ഈ സൈഡിലും കാർഡുകൾ വെക്കാനുള്ള ഓപ്ഷൻ ആണ്. സെന്ററിലുള്ള ഒരു പോർഷൻ ആണ് ഇങ്ങനെ സിബ് ഇട്ട് കവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് പൈസയോ മൊബൈലോ ഒക്കെ വെക്കാൻ പറ്റുന്ന പോർഷൻ ആയിട്ട് വരുന്നത്. ഈ 2 സൈഡില് നമുക്ക് കാർഡുകൾ വെക്കാം. അപ്പോ ഇങ്ങനെയാണ് ഈ പേഴ്സിന്റെ ഔട്ട്ലുക്ക് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 275 രൂപ. ബാഗ് എന്ന് പറയുന്നത് ഇതും ഇങ്ങനെ ഷോൾഡർ ക്രോസ് ചെയ്ത് ഇടാൻ പറ്റുന്നതും അതല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രം ഇടാൻ പറ്റുന്നതുമായ ബാഗാണ്.
ഇതിന്റെ സ്ട്രാപ്പ് കണ്ടോ, ഇങ്ങനെ വീതിയുള്ള സ്ട്രാപ്പാണ് ഇതിന്റെ വന്നിരിക്കുന്നത്. ഞാൻ ഇതിൽ കണക്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രം. ഇതിലും 2 കള്ളിയാണ് വന്നിരിക്കുന്നത്. ഇതാ കണ്ടോ, ഇതും അത് നമുക്ക് ഈ കുട്ടികളൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഫാൻസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ ഈ 2 കള്ളിയിൽ നമ്മളുടെ ഈ പറയണം മൊബൈല്, പൈസ, ഇതിന്റെ ഉള്ളിൽ ഒരു പോർഷൻ കാർഡ് എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാൻ, അങ്ങനെ വെക്കാനുള്ള അങ്ങനെ മാത്രം വെച്ചിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 320. ഇപ്പൊ ഞാൻ കാണിച്ച കളർ എന്ന് പറയുന്നത് ഒരു കോഫിയുടെ ഒരു ഷെയ്ഡാണ്. ലൈറ്റ് കോഫി അല്ല, ചോക്ലേറ്റ് ഷെയ്ഡ്. ഇനി ഇതിൽ വന്നിരിക്കുന്ന വേറൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. കണ്ടോ, അപ്പൊ ഇങ്ങനെ 2 ഷെയ്ഡിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 320. കാണിക്കുന്ന പേഴ്സ് എന്ന് പറയുന്നത് ഇതാ ഒരു ലൈറ്റ് ബിസ്ക്കറ്റും ഡാർക്ക് ബിസ്ക്കറ്റും, അങ്ങനെയാണ് അതിന്റെ കോമ്പിനേഷൻ വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിലൊക്കെ ഇതുപോലെ കണ്ടോ, ഒരു മാർബിൾ പ്രിന്റ് ഒക്കെ പോലത്തെ അങ്ങനത്തെ ഒരു ചെക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇത് ഫ്രണ്ടിൽ വരുന്ന ഒരു പ്രസ് ബട്ടൺ ആണ്. പ്രസ് ബട്ടൺ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ 2 സൈഡിലും, അതായത് ഈ സൈഡിലും കാർഡുകൾ വെക്കാനുള്ള ഓപ്ഷൻ ആണ്. സെന്ററിലെ ഒരു പോർഷൻ മാത്രമാണ് ഇങ്ങനെ ഫുൾ ആയിട്ട് സിബ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് മൊബൈലും നമ്മളുടെ പൈസയും എല്ലാ സാധനങ്ങളും കോയിനും ഒക്കെ വെക്കാൻ പറ്റുന്ന പോർഷൻ ഇതാണ്. ഇത് മാത്രമാണ് ഫുൾ ആയിട്ട് സിബിട്ട് കവർ ചെയ്യുന്നത്. ഇത് നല്ലതുപോലെ പിടിക്കാനുണ്ടല്ലോ, പിടിക്കുമ്പോൾ ഒക്കെ നല്ലൊരു സോഫ്റ്റ്നെസ് ആണ്. ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു പേഴ്സ് ആണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 350. അപ്പൊ ഞാൻ ആദ്യം കാണിച്ച പേഴ്സ് ഇതുപോലെ ലൈറ്റും ഡാർക്കും ബിസ്ക്കറ്റ് ഷെയ്ഡ്, രണ്ടാമത് വരുന്നത് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക്, പിന്നെ വരുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ലൈറ്റ് ഗ്രേ ഡാർക്ക് ഗ്രേ, പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഇത് ഒരു ബ്ലൂ ഗ്രീൻ ഷെയ്ഡും ഇവിടെ ഒരു ഗ്രീൻ ഷെയ്ഡും, ഇങ്ങനെ 4 ഷെയ്ഡുകളിലാണ് ഈ പേഴ്സുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് 350. പേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ്. ഇതിപ്പോ ഒരു ഗ്രേ ഷെയ്ഡില് ഈ ചെറിയ ഓരോ മെറ്റലിന്റെ ഓരോ കുഞ്ഞു പീസാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യൊന്നുമില്ല. നമുക്ക് തൊടുമ്പോ നമ്മളെ ഹർട്ട് ചെയ്യുന്ന തരത്തിലുള്ളതൊന്നുമല്ല. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു മെറ്റലിന്റെ ചെറിയ ഒരു എന്താ പറയാ, ചെറിയൊരു മുത്ത് പോലെയാണ് ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ, ബാക്ക് സൈഡ് ഇതുപോലെ പ്ലെയിൻ ആയിട്ട്. ഇത് ഗ്രേ ആണെന്നുണ്ടെങ്കിലും അതിലൊരു ലൈറ്റ് ഗ്രേയും ഡാർക്ക് ഗ്രേയും അങ്ങനെ ഒരു ഷെയ്ഡ് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ബാഗാണ്. ഇനിയിപ്പോ ഇങ്ങനെ പിടിക്കണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഹാങ് ചെയ്തിടാൻ വേണ്ടി ഇതില് ഒരു ഓപ്ഷനും കൂടി ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹോളിൽ കൂടെ ഇങ്ങനെ കൊളുത്തിയിട്ട് നമുക്ക് ഇതില് കടത്തി കെട്ടിവെക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് പോവാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ തൂക്കി പിടിച്ച് പോവാൻ പറ്റുന്നതാണ്. ഇനി ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു സിബ് ആണ്. അപ്പൊ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് കാർഡുകൾ വെക്കാനുള്ള ഓപ്ഷൻ. ഇതിന്റെ ഈ സൈഡിലും ഉണ്ട്, ഈ സൈഡിലും ഉണ്ട്. സെന്ററിലാണ്, പിന്നെ ഇവിടെ നമുക്ക് മൊബൈൽ വെക്കാം. സെന്ററിൽ നമുക്ക് പൈസ എന്തെങ്കിലും, സെന്റർ തുറന്ന് വെക്കണമെന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ സെന്ററിൽ പൈസ കോയിനുകളൊക്കെ ഉള്ളത് നമുക്ക് ഇതിൽ വെക്കാം. പേഴ്സ് ഒരു വശത്ത്, പേഴ്സ് അല്ല, മൊബൈൽ ഒരു വശത്ത്, പൈസ ഒരു വശത്ത്, അങ്ങനെയൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പേഴ്സാണ് ഇത്. ഇവിടെ ഇങ്ങനെ ഈ മെറ്റലിന്റെ ചെറിയ മുത്ത് പോലെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നതൊന്നും അല്ലാട്ടോ. പേഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു പേഴ്സാണ്. ഇതൊക്കെ പിടിക്കാനായിട്ടുണ്ടല്ലോ, നല്ല സുഖമുള്ള, പിടിക്കാൻ നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഇങ്ങനെ ഒരു സിബും ഉണ്ട്, ഒരു പോക്കറ്റും ഉണ്ട്. പിന്നെ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു സിബാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോ ഈ വശത്തും നമുക്ക് കാർഡുകൾ വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തും കാർഡ് വെക്കാനുള്ള ഓപ്ഷനുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ 2 കള്ളിയാണ്. ഈ പേഴ്സ് നമുക്ക് ഇങ്ങനെ കൊളുത്തിയിട്ട് പിടിക്കണമെങ്കിൽ ഇവിടെ ഒരു ഹോൾ ഉണ്ട് കേട്ടോ, അതിന് വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ തൂക്കി പിടിക്കാൻ പറ്റും. അപ്പോ ഇതില് ഒരു വശത്ത് നമുക്ക് മൊബൈൽ വെക്കാം, ഒരു വശത്ത് പൈസ വെക്കാം. ഇനി സെന്ററിൽ ഒരു സിബും പോക്കറ്റും ഉണ്ട്, ഇതിൽ നമുക്ക് കോയിനുകളും വെക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഈ ബാഗിന്റെ സ്പെസിഫിക്കേഷൻ വരുന്നത്. ഇത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ഷെയ്ഡാണ് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്. ഇതിന്റെ രണ്ടിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 280, 280. പേഴ്സ് കണ്ടോ, ഇതിങ്ങനെ ഒരു ചെക്ക് പാറ്റേണിൽ വന്നിരിക്കുന്ന കോഫി ബ്രൗൺ ഷെയ്ഡാണ്. ഇതിന്റെ ബോർഡർ ഒക്കെ പോയിരിക്കുന്നത്. സെന്ററിലാണ് ഇതുപോലെ ഒരു ചെക്ക് വന്നിരിക്കുന്നത്. ഇതൊരു ഡാർക്ക് ബീജ് ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും കൂടിയുള്ള ഒരു ചെക്കാണ്. ഇതാണ് ഫ്രണ്ട് പോർഷൻ, ഇത് ബാക്ക് സൈഡ്.
പിന്നെ ഇതും ഇതുപോലെ ഫുൾ ആയിട്ട് കവർ ചെയ്ത് വന്നിരിക്കുന്ന ഒരു പേഴ്സ് ആണ്. ഇതും ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളില് ഇതുപോലെ ഇതിനും ഇങ്ങനെ കൊളുത്തിടാനായിട്ട് തൂക്കി പിടിക്കാനുള്ള ഒരു ചെറിയൊരു സ്ലിങ് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ഈ സൈഡിലും കാർഡുകൾ വെക്കാനുള്ള സ്പേസ് ആണ്. ഇവിടെ ഒരു വശത്ത് നമുക്ക് മൊബൈല്, ഒരു വശത്ത് പൈസ, പിന്നെ സെന്ററിൽ ഒരു സിബും പോക്കറ്റും ഉണ്ട്. ഇതിൽ നമുക്ക് കോയിനുകൾ ഇട്ട് വെക്കാം. അപ്പൊ ഈ ബാഗിന്റെ ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെ, അല്ല ഈ പേഴ്സിന്റെ ഔട്ട്ലുക്ക് വരുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 245. ഇന്ന് ഈ കാണിച്ച പേഴ്സുകളിൽ ബാഗുകളിലും ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.